ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. ഷിൻജാനായ നേരെ നമ്മളെ മോളേക്ക് വന്നത് കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്ന മോളേക്ക് നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാണെങ്കിൽ ക്ലോസ്ഡ് ആണ്. ഇന്നാണെങ്കിൽ പുറത്തൊന്നും വണ്ടികൾ പോലും കാണുന്നില്ല. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ആണെങ്കിൽ കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ ഫോണൊക്കെ മേടിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് വന്നത്. പക്ഷെ ഒറ്റ കട കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് തുറന്നിട്ടില്ല. അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ പറയാണ് ഇവിടെ എന്തോ മെയിൻ്റനൻസ് പരിപാടി നടക്കും. ഈ സമയത്തൊക്കെ ഇവരിങ്ങനെ മെയിൻ്റനൻസ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും എനിക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല. വാശിയല്ലേ എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനാണെങ്കിൽ വീടൊക്കെ ഒന്ന് പണിതൊന്ന് സെറ്റപ്പ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് കുറച്ച് പൈസ നമ്മുടെ കയ്യെ വന്നത്. അന്ന് നമ്മൾ നെസ്റ്റൊക്കെ പോയിട്ട് ഒരു റോബറി അടിച്ചില്ലേ, അന്ന് കിട്ടിയ പൈസയും വെച്ചിട്ട് ഞാനാണെങ്കിൽ വീടൊന്നും പുതുക്കി പണിയാന്നൊക്കെ വിചാരിച്ചതാ. അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതൊരു ഉപകാരവും മനസ്സിലായോ. കാരണം പുതിയ വീട്ടിൽ കയറുമ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സ് അതേപോലെ തന്നെ പുതിയ ഐറ്റംസ്. പിന്നെ ഞാനാണ് വിചാരിച്ചായിരുന്നു ഇപ്പൊ എന്റെ ഈ ഫോൺ കണ്ടില്ലേ, ഇതിന്റെ കണ്ടു ബാക്ക് ഗ്ലാസ് ഒക്കെ അത് മൊത്തം പൊട്ടിയിട്ടിരിക്കുക. ഇതാണെങ്കിൽ ഒന്ന് മാറ്റം വേണം. എനിക്കാണെങ്കിൽ പുതിയൊരു ഐഫോൺ എടുക്കും വേണം. അതാണ് മെയിൻ പരിപാടി. പക്ഷെ ഇനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യണ്ട, വീട്ടിലേ പോവാൻ. നമുക്ക് ഇനി ഇവിടെ നിങ്ങൾക്കൊന്നും വലിയ കാര്യമില്ല. എന്തായാലും പേടച്ച് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞങ്ങളാണെങ്കിൽ അവിടെ പാർക്കിംഗ് ചെയ്യാൻ സമ്മതിക്കാത്ത കാരണം ഞങ്ങൾ രണ്ടുപേരും വണ്ടി കൊണ്ട് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തതാണ്. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ താഴെ ഇറങ്ങിയിട്ട് നമുക്ക് നേരെ വീട്ടിൽ കൊണ്ട് ആവശ്യമുള്ളൂ. ആൾക്കാർ മൊത്തം കിടന്ന് നടക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ വണ്ടികളൊക്കെ ഭയങ്കര കുറവാണ്. റോഡ് മൊത്തം നോക്കിക്കേ. ഈ പിഞ്ചാനെയാണെങ്കിൽ നമ്മൾ നേരെ ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അവന്റെ ആണെങ്കിൽ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് പിഞ്ചാനാണെങ്കിൽ നേരെ നമ്മൾ അവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തും കൊണ്ടാക്കി. ഇപ്പൊ വീട്ടിലാണെങ്കിൽ ചോപ്പ് മാത്രം ഒറ്റയ്ക്ക് ഉള്ളൂ. ഇപ്പൊ ഞാൻ ചിഞ്ചാനാണെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ പോകുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കണ കാര്യം ഞാൻ പിന്നെ സമ്മതിച്ച് പോട്ടെ, പാവം ചേർക്കണമെന്ന് വിചാരിച്ച് നേരെ എടുത്തുകൊണ്ട് വന്നതാണ് എന്റെ കൂടെ. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അച്ഛനെ ഞാൻ പിടിച്ച് ക്ലാസ്സിൽ വിട്ടേനെ. ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ഇപ്പോഴാണെങ്കിൽ പാവം ചേർക്കുന്നില്ല, ഞാനാണ് സ്കൂളിൽ കൊണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പോ വന്നതല്ലേ. കണ്ടില്ലേ വണ്ടിയുടെ മുകളിൽ വെക്കുന്നത്. ഇപ്പൊ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിക്കേ. സ്നേഹം എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരാണ് നമ്മൾ ഇപ്രാവശ്യം വണ്ടിയിൽ നിന്ന് കിട്ടുക്കാ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേര് ഇതേപോലെ നമ്പർ പ്ലേറ്റ് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണം. അപ്പൊ കയ്യോടെ ചെയ്തേക്ക്. നമ്മൾ എന്തായാലും വീടിന്റെ അവിടെ എറിയിട്ടുണ്ട്. ഇതെന്താ സംഭവം? വീട് കാണുന്നില്ല. ഇതെന്ത് ഇവിടെ മൊത്തം മറ്റേ മനുഷ്യൻ ഇയാളെന്ത് ഇവിടെ വീട് പൊളിക്കുന്ന ജഗന്ന് നടക്കുന്നില്ല. ഇതെന്താ പണി പാണിയിലുണ്ട്. ഇവിടെ എന്ത് പരിപാടി? ഇതെന്താ ഇവിടെ? അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.